الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മേറെ ഇഷ്ടപ്പെടുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു വിഹിതം എപ്പോഴും ഉണ്ടാകും നമ്മുടെ സമ്പത്തിൽ. കാരണം വളരെ എമർജൻസിയായി തീരുന്ന സന്ദർഭങ്ങളിൽ അത് തനിക്ക് ഉപകാരപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മറ്റൊന്നും ചെലവഴിക്കാത്ത തരത്തിൽ അതിനെ അങ്ങോട്ട് മാറ്റിവെക്കുന്നത്. അത് വല്ല ഒരു കരുതലാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി. ഇതുപോലെ ചില നന്മകളും നമുക്ക് മാറ്റിവെക്കാൻ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളായിരുന്നോട്ടെ, നോമ്പായിരുന്നോട്ടെ, ദാനധർമ്മങ്ങളായിരുന്നോട്ടെ, ഇങ്ങനെ തുടങ്ങിയ സാധാരണമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കപ്പുറം ആരും അറിയാതെ നന്മകളെ പൊളിച്ചു കളയുന്ന റിയാഅ് പോലും കടന്നു വരാത്ത തരത്തിലുള്ള ഗോപ്യമായിട്ടുള്ള ചില നന്മകൾ, ആ നന്മകൾ നമുക്ക് ദുനിയാവിലും പാരത്രിക ലോകത്തും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ മാറ്റിവെക്കപ്പെട്ട എന്തെങ്കിലും നന്മകൾ ഒരാരും അറിയുന്നില്ല, അള്ളയും പിന്നെ നമ്മളും മാത്രം. മനുഷ്യരുടെ കൂട്ടത്തിൽ ആരും ഇതുപോലുള്ളത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അറിയുന്നില്ല, നന്മ. അങ്ങനെയുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്.
അങ്ങനെയുണ്ട് ചില ആളുകൾ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടും. നമ്മൾ എന്തിനാ ഓടുന്നത് എന്നുള്ളത് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിലേക്ക് സ്പീഡിൽ പോവുക. ഈ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്തുടരുന്നു. ഇത് എവിടത്തേക്കാണ് എല്ലാ ദിവസവും ഇങ്ങനെ പോകുന്നത്. അവസാനം ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീടിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള ഒരു വൃദ്ധയായ സ്ത്രീയോട് ഇപ്പൊ വന്നിട്ടുള്ള ആളെ കുറിച്ച് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, അറിയില്ല. അയാൾ എല്ലാ ദിവസവും വരും, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു തരും, എന്നിട്ട് തിരിച്ചു പോകും. ആരാണെന്ന് പോലും അറിയാത്ത തരത്തിൽ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. ആരാണെന്ന് പോലും അറിയാത്ത തരത്തിൽ അദ്ദേഹം എന്തെയ്യാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്തെയ്യാണ്, തിരിച്ചു പോവുകയാണ്. അത് ഒരു വലിയൊരു നന്മയാണ്. പലപ്പോഴും നമുക്കൊക്കെ എന്താ വെച്ചാൽ ചില ആളുകൾ അത് നമ്മൾ ചെയ്താൽ മറ്റുള്ളവർ അറിയണം എന്നുള്ളൊരിത്, ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുറവ് പോലെ അതുണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയൽ ഗനിയൽ ഖഫിയ. ഭയഭക്തനായ മനുഷ്യൻ, മാനസിക ഐശ്വര്യമുള്ളവൻ. മൂന്നാമത് പറഞ്ഞത് രഹസ്യമായി നന്മ ചെയ്യുന്ന അടിമ. ആ മനുഷ്യൻ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്, തന്റെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്താണ്? അത് അവൻ ചെയ്തത് അള്ളാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ട പോലെ നാട്ടിലെ പല വീടുകളിലും പട്ടിണിയായി. അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പല ആളുകളും പട്ടിണിയായിട്ടില്ല. അയാൾ മരിച്ച സമയത്ത് പല ആളുകളും പല വീടുകളും പട്ടിണിയായി, ഭക്ഷണമില്ല, അവർ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ മാത്രമാണ് അറിഞ്ഞത്, ഏത്, ഞങ്ങൾക്ക് ഇത്രയും കാലം ഭക്ഷണം എത്തിച്ചു തന്ന വ്യക്തിയാണ് മരിച്ചതെന്ന്. ആരറിയുന്നറിയോ? ഈ ഭക്ഷണം കിട്ടിയ മനുഷ്യന്മാരറിയുന്നത് ഇദ്ദേഹമാണ് മരിച്ചതെന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഗോപ്യമായ ഒരു പ്രവർത്തനങ്ങളായിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനം. മറ്റുള്ളവർ അറിയരുത് എന്നുള്ള ചിന്തയായിരുന്നു. നന്മകൾ പലപ്പോഴും മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കലും അതുപോലെ അറിയിക്കലും ഒക്കെ മനുഷ്യ പ്രകൃതമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അതെന്ത് ചെയ്യും? ചിലപ്പോൾ ഒരാൾ അറിയണം എന്നുള്ളത്, ഞാൻ ചെയ്തിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും, അത് സംശയമൊന്നുമില്ല. എന്നാൽ അറിയാതെ ചെയ്യുന്ന നന്മകൾ അത് വിശ്വാസിയുടെ പരലോകത്തേക്കുള്ള ഒരു സ്വകാര്യ സ്വത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു സ്വത്ത് എന്തെങ്കിലും ഒന്ന് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല നന്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖബ്ഉം മിൻ അമലി സാലിഹിൻ ഫൽയഅഫൽ. ആരെങ്കിലും സ്വകാര്യമായ നന്മകൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരത് ചെയ്യട്ടെ. സ്വകാര്യമായ നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരൊന്നും അറിയാത്ത തരത്തിൽ അവൻ ചെയ്യട്ടെ. ജനങ്ങളൊന്നും അറിയാത്തത് ആരറിയണം? അല്ലാഹ് അറിയും. പിന്നെ ചെയ്യുന്ന ഞാനും, വേറെ ആരും അറിയരുത്. അങ്ങനെയുള്ള എന്ത് നന്മയാണെങ്കിലും, ഇപ്പൊ പള്ളി വൃത്തിയാക്കുകയാണെങ്കിൽ പോലും ആരും അറിയണ്ട, ഞാൻ ആരും കാണാതെ വൃത്തിയാക്കുക. എൻ്റെ ഇടയിൽ ആരെങ്കിലും കണ്ടും കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് വേറെ വിഷയം. നമ്മുടെ മനസ്സിലുള്ള നീയത്താണ്. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുക, ആരും അറിയരുത്, ആരും അറിയാത്ത തരത്തിൽ അങ്ങനെ ചെയ്താൽ അതൊരു വലിയൊരു നന്മയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരന്മാരെ, ഈ രഹസ്യമായി ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
രഹസ്യമായ ദാനധർമ്മം അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുന്നു. അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും. കാരണം എന്താണ്? അവന്റെ ജീവിതത്തിൽ റിയായില്ല. ആരും അറിയരുത് എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ അവനുള്ളൂ. അത് മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും, അവനെ മോശമായ മരണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്ന ഈ നന്മകൾ ചെയ്ത കാരണത്താൽ. അത് മാത്രമല്ല, എപ്പോഴെങ്കിലൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, എത്രയോ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പോയിട്ടുണ്ട്. അത്തരം തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു കളയും, കെടുത്തിക്കളയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 7 വിഭാഗത്തെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ത്രീ ഒരു പുരുഷനെ അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയാണ്. നോക്കണം, ഒരു സ്ത്രീ വിളിച്ചാൽ, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ വിളിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഏത് പുരുഷനും വീണു പോകും. അങ്ങനെ വിളിക്കുക, എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു, ഞാൻ അതുകൊണ്ട് ഈ തോന്നിയാസത്തിന് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ആ മനുഷ്യന് അർശിന്റെ തല ലഭിക്കും. രണ്ടാമത് പറഞ്ഞെന്താണെന്നറിയും? വറജലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു മനുഷ്യൻ എന്താണ്? സദഖ ചെയ്യുകയാണ്. ആ സദഖ ചെയ്യുന്ന സമയത്ത് അവന്റെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ തരത്തിൽ. എത്ര അടുത്താണെന്നറിയോ? അടുത്തും വലത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരം എന്നല്ല. ഇത് രണ്ടും ഒന്നിച്ച് നടക്കുന്ന സാധന, അവയവമാണ്. വലത്തത് കൊടുക്കുന്നത് ഇടത്തത് പോലും അറിയാത്ത തരത്തിൽ അത്ര ഗോപ്യമായി രഹസ്യമായി ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്? സദഖ ചെയ്യാണ്. ആ മനുഷ്യന് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത് ഐനാഹു. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്ക് കരയുന്ന മനുഷ്യൻ, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് പടച്ചവനെ ഓർത്തുകൊണ്ട് കരയുന്ന മനുഷ്യൻ, ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന മനുഷ്യൻ, ആ മനുഷ്യനും അർശിന്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 271-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഇൻ തുബ്ദുസ് സദഖാത്ത് ഫനിഅമ്മാ ഹിയ. നിങ്ങൾ പരസ്യമായി സദഖ ചെയ്താലും അല്ലാഹ് എന്ത് ചെയ്യും? അതിൽ നിഅമത്ത് തരും, സംശയമൊന്നുമില്ല. ഒരാൾ ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ഒരാൾ കണ്ടു എന്നുള്ളത് കൊണ്ട് അല്ലാഹു എന്തില്ല? ആ നന്മകളെ സ്വീകരിക്കാതിരിക്കില്ല, സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇൻ തുഖ്ഫൂഹാ വതുതൂഹൽ ഫുഖറാഅ ഫഹും ഖൈറുൽ ലക്കും. ഇനി നിങ്ങൾ രഹസ്യമായിട്ട് ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഖൈറുൽ ലക്കും, ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ആ നല്ലതിനെയാണ് നമ്മൾ സഹോദരന്മാരെ തിരഞ്ഞെടുക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹയുടെ ജീവിതം ഒരു മാതൃകയാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇമാം അഹ്മദ് പറയുകയാണ്, മാ റഫഅല്ലാഹു ഇബ്നു മുബാറക് ഇല്ലാ ബി ഖബീഅത്തിൻ കാനത ലഹു. ഇബ്നു മുബാറക്കിന് ഉണ്ടായിരുന്ന രഹസ്യമായ കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തത്? ദറജ ഉയർത്തി കൊടുത്തതെന്ന. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇത് ഇബ്നു മുബാറക്കാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുഖം മൂടിയിട്ട് കൊണ്ടാണ് എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യാൻ. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ മുൻഗാമികൾ എത്രമാത്രം സ്വർഗത്തിന് മാത്രം കൊതിച്ചിട്ടുണ്ട്. ആ സ്വർഗമാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും കൊതിക്കേണ്ടതെങ്കിൽ ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാനായ സുബൈർ ബിൻ അവ്വാം അദ്ദേഹം പറയാണ്, ഇജ്അലൂ ലക്കും ഖബീഅത മിനൽ അമലി സ്സാലിഹ് കമാ അന്ന ലക്കും ഖബീഅത മിനൽ അമലി സയ്യി. ആരും അറിയാത്ത ചില തിന്മകൾ
നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. എത്ര തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒരാൾ കണ്ടുപിടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യ പോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അയൽവാസി അറിഞ്ഞിട്ടുണ്ടാവില്ല, കുടുംബക്കാരറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ സ്വകാര്യമായിട്ടുള്ള പല തിന്മകളും ഉള്ളതുപോലെ തന്നെ ആരും അറിയാത്ത നന്മകളും, എങ്ങനെ ആരും അറിയാത്ത നന്മകളും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതിന്റെ അർത്ഥം എന്താ? തിന്മകൾ ചെയ്യാനാണോ? അല്ല, തിന്മകൾ ചെയ്യണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ആരും അറിയാത്ത, അല്ലാഹു അറിയുന്ന നന്മകൾ, രഹസ്യമായിട്ടുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണമെന്നാണ് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന സഹോദരന്മാരെ. വല്ലാത്തൊരു വാചകമാണിത്, ഇരുത്തി ചിന്തിക്കേണ്ട വാചകമാണിത്. ജീവിതത്തിൽ ആരും അറിയാത്ത തിന്മകൾ ഞാൻ ചെയ്യില്ല. ഇങ്ങനെയാണല്ലോ പലപ്പോഴും തിന്മകൾ നമുക്ക് വരുത്തപ്പോഴെന്നറിയോ? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. സ്വകാര്യമായിട്ടാണ് പല തിന്മകളും ചെയ്യുക. കക്കുന്നവൻക്കറിയാം ഇത് കളവാണ്, തെറ്റാണെന്ന്. അതുകൊണ്ടാണ് 4 ഭാഗം നോക്കുന്നത് കക്കുന്ന സമയത്ത്. അത് തിന്മയാണെന്ന് അയാൾക്കറിയാം. വ്യഭിചരിക്കുന്നവൻക്കറിയാം തെറ്റാണ്. പക്ഷേ ആ തെറ്റിൽ നിന്ന് മാറി നിന്ന് നന്മയിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അങ്ങനെയുള്ള നന്മകൾ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്തു എന്ന് വിചാരിക്കാം, അയാൾക്ക് ആ തെറ്റ് ബോധ്യപ്പെട്ടു. ആരായാലും ചിലപ്പോൾ തിന്മകൾ ചെയ്തെന്ന് വരുമോ? പക്ഷെ ആ മനുഷ്യന് ആ തെറ്റുകൾ ബോധ്യപ്പെട്ട് ആ തെറ്റിൽ നിന്ന് അവൻ മാറി നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ തെറ്റുകൊണ്ട് ആ മനുഷ്യനെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഇനി പറയരുത് അയാൾ മനസ്സറിഞ്ഞുകൊണ്ട് മാറിയവനാണ്. അയാളെ നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റരുത്, കുടുംബത്തിൽ നിന്ന് അകറ്റരുത്. കാരണം എന്താണ്? അയാൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അയാൾ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സഹോദരന്മാരെ, മറ്റാരും അറിയാത്ത, അല്ലാഹു മാത്രം അറിയുന്ന ചില നന്മകൾ സമ്പാദിക്കുവാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കണം. തെറ്റുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു നേരത്തേക്കുള്ള ആസ്വാദനത്തിനാണ്. ഒരു തിന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ചു നേരത്തേക്കുള്ള ആസ്വാദനമാണ്. പക്ഷെ അതിനേക്കാൾ വലുതാണ് രഹസ്യമായി ഒരു നന്മ ചെയ്യുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന അനുഭൂതി. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, ഇപ്പോ എല്ലാ വക്തും ജമാഅത്തിന് വരുന്ന ഒരു മനുഷ്യന് അവന്റെ മനസ്സ് വല്ലാത്ത കുളിർമയായിരിക്കും, ഉറപ്പാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റ് കൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കുന്ന മനുഷ്യൻ ആരും കാണുന്നില്ല. ആ മനുഷ്യന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കുളിർമയുണ്ടായിത്തീരും, സംശയമില്ല. ഇങ്ങനെ ആരും അറിയാത്ത നന്മകൾ ചെയ്യാൻ സഹോദരന്മാരെ നമുക്കുണ്ടായിത്തീരണം. അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ആദരവ് ലഭിക്കുന്ന, അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എന്തെയും ഈ രഹസ്യമായി ചെയ്യുന്ന നന്മ കൊണ്ട് ആ മനുഷ്യനെ അള്ളാഹു പരിഗണിക്കുമെന്ന് മാത്രമല്ല, ആ മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ആരവഗണിച്ചാലും ആരെതിർത്താലും ശരി അള്ളാഹു അവൻ എന്തെയും സഹായിക്കും, അത് സംശയമില്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രഹസ്യ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വലിയ ശിക്ഷയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലിൻ ജിബാൽ തിഹാമത്തുൽ ബീള ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ അള്ളാഹിന്റെ അടുത്തേക്ക് വരും. അവർ എന്ത് ചെയ്യും? തിഹാമ പർവ്വതത്തിന്റെ അത്ര വലിയ നന്മകൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അവർ വരിക. അങ്ങനെ ഉണ്ടാവല്ലോ, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും ആ മനുഷ്യൻ എന്ത് നല്ല മനുഷ്യനാണെന്നറിയോ? എത്രയോ നല്ല മനുഷ്യനാണ്, എത്രയോ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, എത്ര വീടുകളാണ് ഉണ്ടാക്കി കൊടുത്തത്, എത്ര നന്മകളാണ് മനുഷ്യൻ ചെയ്തത്. അങ്ങനെ വരുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ അവന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു എന്ത് ചെയ്യും? തട്ടിക്കളയുന്ന. അപ്പൊ സഹാബികൾ ചോദിച്ചു, സൗബർ റളിയല്ലാഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സിംഹും ലനാ, അവരാരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരോ? ഇത്രയും നന്മകൾ ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യന്മാരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നറിയോ? അവർക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, അമ്മാ ഇന്നകും ഇഖ്വാനുകും വമിൻ ജിൽദതികും, അവരെന്താണ്? നിങ്ങളുടെ സഹോദരന്മാരാണ്, അവർ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്.
വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ, രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്. രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, വലാകിന്നഹും അഖ്വാമു ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻ തകഹുവ, അവർ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഹറാമു ചെയ്യുന്ന മനുഷ്യരാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, മനസ്സിലായില്ലേ, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഹറാമ് ചെയ്യുന്ന മനുഷ്യരാണ്. ഈ ഹറാമിലൂടെ ആ മനുഷ്യന്റെ നന്മകളൊക്കെ എന്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറതും വഅജ്റും കബീർ. സൂറത്ത് മുൽക്കിന്റെ 12-ാമത്തെ വചനാണ്. എന്താ പറയുന്നത്? അല്ലാഹുവിനെ രഹസ്യമായി ഗൈബിയായിക്കൊണ്ട് പേടിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യൻ എന്തുണ്ട്? അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുന്ന, മഗ്ഫിറത്ത് അല്ലാഹുവിന്റെ കൊടുക്കും, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന. അത് മാത്രമല്ല, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. ചില ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നല്ലവരായി ജീവിക്കാൻ കഴിയും. പക്ഷെ ഒറ്റ നിൽക്കുന്ന സമയത്ത് അങ്ങനെ രഹസ്യമായി, ഇപ്പൊ നമ്മുടെ മൊബൈലാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയാണ് എന്ത് ചെയ്യുന്നത്? നരകത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉമ്മ കാണുന്നില്ല, ഉപ്പ കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, എന്നിട്ടും പറഞ്ഞിട്ടും നമ്മൾ തിന്മ ചെയ്യുകയാണെങ്കിൽ, സഹോദരന്മാരെ, എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള രഹസ്യമായൊരു ബോധം, എന്ത് കളിച്ചാലും എൻ്റെ റബ്ബ് കാണും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമാണ് വാഗ്ദാനം ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വകാര്യമായ നന്മകൾ നമ്മൾ പതിവാക്കുക. ഏതെങ്കിലും ആരും കാണാത്ത, അല്ലേ, ഒരു വിധവയെ സംരക്ഷിക്കുക, ആരും അറിയണ്ട, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഒരു യതീമിനെ ആരും അറിയണ്ട, മാസത്തിൽ എന്തെങ്കിലും കൊടുക്കുക. ഒരു പാവപ്പെട്ടവന് അവരെന്തെങ്കിലും ഒരു റേഷൻ കൊടുക്കുക, ആരും അറിയണ്ട, എൻ്റെ റബ്ബും പിന്നെ ഞാനും. അങ്ങനെ എന്തെങ്കിലും ഒരു നന്മകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ നാഥൻ അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. ബഹുമാനമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സ്വകാര്യമായ നന്മകൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് സ്വകാര്യമായ തിന്മകൾ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. പശ്ചാത്തപിച്ച് മടങ്ങി ഇത്തരം തിന്മയിലേക്ക് ഞാൻ ഇനി മടങ്ങിപ്പോകില്ല എന്ന ചിന്ത, ഒരു വാശി എൻ്റെ സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനമായിക്കൊണ്ട് അറിയിച്ചു തന്നിരിക്കുന്ന, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില നന്മകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണുവാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, റസൂൽ പറയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, വിവിധ ഇനം നന്മകൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. നോക്കിയട്ടെ, നന്മകളാണ് അറിയിച്ചു തരുന്നത്, നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറയാണ്, റസൂലേ, ആ നന്മകൾ നമുക്കൊന്ന് അറിയിച്ചു തരണം. കാരണം അവരെപ്പോഴും കാതോർക്കുന്നത് എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ എന്തൊക്കെയാണ് അവരന്വേഷിക്കുകയാണ്, റസൂലിന്റെ പിന്നാലെ പോകുകയാണ്. സഹാബികൾ അവരുടെ ജീവിതത്തിൽ റസൂൽ എന്തൊക്കെയാണോ ചെയ്തത് അത് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയമാണ്. തിന്മയെ തടയാനുള്ള ഏറ്റവും വലിയൊരു പരിചയം ഉണ്ടെങ്കിൽ അത് നോമ്പാണെന്ന് പഠിപ്പിച്ചു. വസ്സദഖതു
തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. വെള്ളം അഗ്നിയെ കെടുത്തുന്നത് പോലെ സ്വതക്ക എന്ത് ചെയ്യും? നമ്മുടെ തിന്മകൾ എന്ത് ചെയ്യും? കെടുത്തിക്കളയും. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസലാത്തു റജുലി മിൻ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുക. അത് വിശ്വാസിക്കേ കഴിയും സഹോദരന്മാരെ. ഒരല്പം ഉറക്കൊഴിഞ്ഞ് ഒരു സുബയുടെ കുറച്ച് നേരത്തെ മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒന്ന് നിസ്കരിച്ച് തന്റെ റബ്ബിന്റെ മുമ്പിൽ പറയാനുള്ളത് മുഴുവനും പറഞ്ഞ് കരഞ്ഞു തീർക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. അത് ഏറ്റവും വലിയ നന്മയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 നിസ്കാരമാണ്. ഒന്ന് സുബഹയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തോ, രാത്രി നിസ്കാരവും. നമ്മൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാരെ, ഇന്ന് എത്ര ആളുകൾക്ക് തഹജ്ജുദ് നമസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? അല്ലെങ്കിൽ രാത്രി നേരത്ത് രാത്രി നിസ്കാരം നിസ്കരിച്ചു കൊണ്ടുറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഞാൻ കഴിഞ്ഞ ഖുത്ബയിലൂടെ പറഞ്ഞല്ലോ, സുബഹിക്ക് ജമാഅത്തിന് വരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നല്ലോ സഹോദരന്മാരെ. നമ്മൾ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോൾ പിന്നെന്തുണ്ടാവില്ല? അവിടെ സുബഹി നഷ്ടപ്പെടൂല. മനസ്സിലായില്ലേ? നഷ്ടപ്പെടൂല. അവനെന്ത് ചെയ്യും? പള്ളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് വരും. പിശാച് തോറ്റുപോകും. പിശാച് തോറ്റുപോകുക തന്നെ ചെയ്യും. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലൂടെ, മൻ ദആ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഖാലൽ മലക്കുൽ മുവക്കൽ ബിഹി ആമിൻ വലക ബിമിസ്ലി. റസൂൽ പറയാണ്, തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ ഒരാൾ പ്രാർത്ഥിച്ച, ഇപ്പം നമ്മളോടൊക്കെ പല ആളുകളും പറയല്ലേ, പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് എന്ന് പറയും, പിന്നെ നമ്മൾ മറന്നു പോകട്ടെ, പ്രാർത്ഥിക്കൂല. അത്ര നിസ്സാരമായിട്ടാണ് കാണുക. ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അയാളെ രക്ഷപ്പെടേണ്ടെന്നാ? അങ്ങനെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാളുടെ അസാന്നിധ്യത്തിൽ ഒരാൾക്ക് വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്ക് ആമീൻ പറയും. മലക്ക് ആമീൻ പറയും എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥിച്ച വ്യക്തിക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്നുണ്ടെങ്കിൽ മലക്ക് പ്രാർത്ഥിക്കും. മലക്കയുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് പ്രാർത്ഥനയല്ല, അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ കഴിയണം. സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. അതൊക്കെ ഒരു വലിയൊരു നന്മയായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ, പ്രത്യേകിച്ച് സ്വകാര്യമായ എന്തെങ്കിലും നന്മകൾ, ആരും അറിയാതെ അള്ളാഹുവും പിന്നെ ഞാനും പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നന്മകൾ സഹോദരന്മാരെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കണം. അത് രാത്രിയുടെ തഹജ്ജുദ് നമസ്കാരമാണെങ്കിലും, അതേപോലെ തന്നെ പകൽ ചെയ്യുന്ന നന്മകളാണെങ്കിലും ശരി, ഏത് സമയത്തും ചെയ്യുന്ന നന്മകളാണെങ്കിലും ശരി, എന്തെങ്കിലും പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അതൊരു വലിയൊരു പുണ്യമുള്ള കാര്യമായിരിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്തരം നന്മകൾ ജീവിതത്തിൽ കൊണ്ടു നടത്താൻ നാം ശ്രദ്ധിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ. നമ്മളറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഹോസ്പിറ്റൽ ICUയിലുള്ള ഉമ്മമാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക. റഹ്മാനായ നാഥൻ അവർക്കെല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിച്ചുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവേ അവർ ഖബറിലാണ്, അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി തീർക്കുകയും അവരെ ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചുമാറാകണമേ. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ കൊണ്ട് അല്ലാഹു ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ. നന്മകൾ ചെയ്ത് മുന്നേറാൻ അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിച്ചുമാറാകണമേ. ഈ സ്ഥാപനവും ഈ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളും പരിപാലിക്കുന്നതിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യർ, അല്ലാഹുവേ നിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടാണ്. റഹ്മാനായ നാഥ, നിന്റെ കാരുണ്യം കൊണ്ട് അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിച്ചുമാറാകണമേ. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകണമേ. പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുവാൻ മനസ്സിനെ നീ പാകപ്പെടുത്തി തന്നെയും അനുഗ്രഹിച്ചുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.